ശ്രീ പി കെ ഗോപൻ, ഇവിടെ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഈ പറഞ്ഞ 9 ഇടക്കാല ഉത്തരവുകൾ, ഒന്നാമത്തെ ഇടക്കാല ഉത്തരവ് മുതൽ കോടതിയുടെ കൺസേൺസ് ഉണ്ട്. അതിൽ കോടതി ആദ്യം മുതൽ പറയുന്ന സംശയങ്ങൾ ഒരൊറ്റ ഒരെണ്ണം പോലും പാഴായി പോയിട്ടില്ല. ഇടയ്ക്കൊരു ഉത്തരവിൽ കോടതി പറയുന്നുണ്ട് ശ്രീ പി കെ ഗോപൻ, അതായത് ഈ ദ്വാരപാലകരുടെ പാളിയല്ല, ദ്വാരപാലകരെ തന്നെ ഇളക്കി മാറ്റി ഒരു കൺസിഡറബിൾ മോണിറ്ററി ബെനിഫിറ്റ് മറച്ചു വിറ്റോ എന്ന് അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞു. എനിക്ക് 100% ഉറപ്പുണ്ട് അത് ശരി എന്ന മട്ടിൽ അന്വേഷിക്കും. കാര്യം കോടതിയുടെ ഇതേവരെയുള്ള ഒരു സംശയവും തെറ്റിയിട്ടില്ല. ശ്രീ പി കെ ഗോപൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അയ്യപ്പ സംഘം പൊളിക്കാനുള്ള ഗൂഢാലോചന, പിന്നെ പറഞ്ഞു പോറ്റി പ്രതിപക്ഷ നേതാവിൻ്റെ ആളാണ്, പിന്നെ പറഞ്ഞു ദേവസ്വം ബോർഡ് ഉത്തരവിനെ അട്ടിമറിച്ച കുറച്ച് ഉദ്യോഗസ്ഥർ പങ്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ വരുന്നത് ആ തട്ടിപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർവാദത്തോടെ ഇന്ന് പകൽ പോലെ ഇപ്പോൾ തെളിയാണ്. പോയൊരു ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് കേട്ടു, ഇത് കോടതി ഉദ്യോഗസ്ഥർ എങ്ങനെ അന്വേഷിക്കുന്നത് പ്രേരിപ്പിക്കണം, ശരിയല്ലെന്ന് പറയുന്നത് കേട്ടു. ഈ വാദങ്ങളൊക്കെ ഇനി നിൽക്കുമോ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർവാദത്തോടു കൂടി നടന്ന കാട്ടുകൊള്ളയാണ്, കേരളം ചരിത്രത്തിൽ ഇന്നവരെ കാണാത്ത കൊള്ളയാണ്. പി കെ ഗോപൻ, ശ്രീ ഹാഷ്മി, ഇതിനകത്ത് 2 കോടതി കടന്നു വരുന്നുണ്ട്. ഒന്ന് ഹൈക്കോടതിയും ഒന്ന് സുപ്രീം കോടതിയും. ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റുകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ശബരിമല കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളെ ഇതിൻ്റെ മറയാക്കി എടുത്തിടുകയാണ്. ദയവായി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോയാൽ ആ വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്ത നിലപാടിനെ കേരള ഗവൺമെൻറ് തള്ളിക്കളയണമെന്നും ഹൈക്കോടതി എടുക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച വരുന്നത്. ഇതെങ്ങനെയാണ് ശരിയാവുക? ശ്രീ എൻ വാസു എന്നൊരാളിനെ സാറെന്ന് വിളിക്കുന്ന പോലും അപകടമാണെന്നാണ് ഈ ഹാഷ്മി പറയുന്നത്. മാത്രമല്ല ഹാഷ്മി പറയുന്ന കേരളം ആ കത്തണമെന്നാണ്. ഇങ്ങനെയൊക്കെ ഈ വിഷയത്തെ കൊണ്ടുപോകലാണോ പ്രധാനപ്പെട്ട കാര്യം? ശബരിമല സുപ്രീം കോടതി വിധിയെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഹാഷ്മി, എനിക്ക് സമയം പ്രതിപക്ഷത്താണെങ്കിൽ എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, ഞാൻ കത്തിക്കണമെന്ന് പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ സമരരീതി പറഞ്ഞു. ഹാഷ്മിക്ക് ആവുന്നിടത്തോളം കത്തിക്ക്. ഞാൻ പറഞ്ഞത് ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആളുകളാണ് കോൺഗ്രസും ബി ജെ പിയും. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു. ബി ജെ പിയുമായിട്ട് ബന്ധമുള്ള വനിതകൾ പോയി കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നു. കോടതി ഉത്തരവിനെ മാനിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, അവിടെ ശബരിമലയിൽ ഭക്തരായിട്ടുള്ള ആളുകളെ തേങ്ങ എറിഞ്ഞും മറ്റു രൂപത്തിലും ആക്രമിച്ച ആളുകളുടെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ കേസും പിൻവലിച്ചു. അവിടെ ഉണ്ടായിരുന്നതിൽ 90% കേസ് പിൻവലിച്ചു. അവിടെ ഉള്ളത് അക്രമികളായിട്ടുള്ള ആളുകളുടെ പേരിൽ മാത്രമേ ഉള്ളൂ കേസ്. ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണത്. അത് വെച്ചുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കേസിനെ അളക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല. ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ശ്രീ ഹാഷ്മി ചൂണ്ടിക്കാണിച്ച 3 കാര്യം: ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ, 2 പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരം, മൂന്നാമതായിട്ട് ഇതിൻ്റെ ഉത്തരവാദികൾ. ഇത് 3 ഞങ്ങൾ ആ 3 പോയിന്റ് ഉറച്ചു നിൽക്കുകയാണ്. കാരണം മുരാരി ബാബു കോൺഗ്രസ് ആണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വഹിന്ദു പരിഷത്താണ്, KS ബൈജു INTCയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. അങ്ങനെ കോൺഗ്രസും ബി ജെ പിയുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ശ്രീ എൻ വാസുവിലേക്ക് നിരീക്ഷണം എത്തിക്കഴിഞ്ഞു. എൻ വാസു അക്കാര്യത്തിൽ കുറ്റവാളിയാണെങ്കിൽ ഒരു കാരണവശാലും തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആൾ എൻ വാസു CPM-കാരനാണ്. അപ്പൊ CPM മറുപടി പറയണ്ടേ? അങ്ങനെ ഇടപെടല, ഞാൻ ഇടപെട്ടില്ല. ഞാൻ അവരുടെ ഇടപെട്ടില്ല. ഞാൻ അവരുടെ ആരുടെയും ചർച്ചയിൽ ഇടപെട്ടില്ല. അല്ലല്ല, നീ ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് CPM ദേവസ്വം ബോർഡിലേക്ക് ആളിനെ കൊടുക്കുന്നത്. CPM-ന് ദേവസ്വം ബോർഡ് എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. CPM ഭരിക്കുന്ന ദേവസ്വം ബോർഡ് മാത്രമല്ല, നിങ്ങൾ 3 മുഖ്യമന്ത്രിമാർ, 3 സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവിടൊക്കെ മന്ത്രിമാരായിട്ടുണ്ട്. ഒരാളും ഒരു കോടതി വരാന്തയിൽ നിൽക്കുന്നില്ല. ശ്രീ ഹാഷ്മി, ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ട് മുതൽ അഖിലേന്ത്യാ നേതൃത്വം വരെ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു തരത്തിലും അഴിമതിയെ ഞങ്ങൾ സംരക്ഷിക്കില്ല. ഒരാളെ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ? ഒരു അഴിമതിക്കാരനെയോ അഴിമതിക്കാരനെയോ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാവോ? ഞങ്ങൾ ആവശ്യമായ നേതൃത്വം പറഞ്ഞത് ആരാണോ ഇതിന് ഉത്തരവാദികൾ? അതുപോലെ കോടതിയുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ നേരത്തെ സംശയം SIT-യുടെ പേര് സംശയം കൊണ്ടുവന്നു, ഹൈക്കോടതിയുടെ പേര് സംശയം കൊണ്ടുവന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ എടുത്ത നിലപാടെന്താ? നേരെ വിപരീതമാണ്. അവരിത് കൃത്യമായിട്ട് തെളിയിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ CBI വരണം, മറ്റൊരു വരണം, മറിച്ചേരി വരണം എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ. ആ പറഞ്ഞതിലൊക്കെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ?
അതോ SITയുടെ നിരീക്ഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നതോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമലയിൽ SITയുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിലപാടിനെ അതിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.